ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ബുധന്റെ രാശിയിലെ സ്ഥിതി കൊണ്ട് ഉയർച്ച പ്രാപിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അതായത് 2024 മെയ് മാസം 31 തീയതി ഇടവം രാശിയിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂൺ മാസം 14 തീയതി വരെ അവിടെ സ്ഥിതി ചെയ്യും. ജൂൺ മാസം 14 തീയതിക്ക് ശേഷം മിഥുനം രാശിയിൽ അത് ജൂൺ മാസം 28 തീയതി വരെയും സ്ഥിതി ചെയ്യും. അങ്ങനെ ഈ ബുധന്റെ സ്ഥിതി കൊണ്ട് ഉയർച്ച നേടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഈ കാലയളവിൽ, അതാണ് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഉള്ളത് ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ബുധൻ ധനസ്ഥാനത്തിൻ്റെ അധിപനാണ്. ആ ധനസ്ഥാനത്തിൻ്റെ അധിപൻ രാശിയിൽ വരികയോ, അതായത് ഇടവൻ രാശിയിൽ വരികയും അതിനുശേഷം മിഥുനം രാശിയിൽ ധനസ്ഥാനത്തേക്കും മാറും. ഈ കാലയളവിൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഈ ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് നല്ല യോഗവും ഭാഗ്യവുമുള്ള സമയമാണ്. അതുപോലെ മറ്റൊരു രാശിക്കാരായ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിക്കാർ. മിഥുനം രാശിക്കാർക്ക് രാശിയുടെ അധിപൻ രാശിയിൽ തന്നെ വരുന്നു. അതൊരു ഭാഗ്യമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങിയ നക്ഷത്രക്കാർക്കും ഈ യോഗം ഉണ്ട്. കൂടാതെ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാസ്ഥാനത്തിൻ്റെ അഭീഷ്ടസ്ഥാനത്തിൻ്റെ അധിപനായ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുതരുന്ന ഗ്രഹമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ. ആ ബുധൻ തൊഴിൽ സ്ഥാനത്തും അതിനുശേഷം ധനസ്ഥാനത്തും വരുന്ന ഈ സന്ദർഭങ്ങളിൽ പഠിച്ച വിദ്യയ്ക്ക് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു ജോലി ലഭിക്കുവാനും, ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുവാനോ, PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കോ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാനും, ദീർഘനാളുകളായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു തരാമെന്ന് വിചാരിച്ച് പറയുന്ന മാനേജ്മെൻറ്റുകൾ ഒരു ശമ്പള വർധനവ് ലഭിക്കുന്നതിനുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക്, ചിങ്ങൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാശിക്കാരാണ് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയും അടങ്ങുന്ന ചിത്തിരയുടെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ബുധൻ 9ലേക്കും അതിനുശേഷം 10ലേക്കുമാണ് മാറുന്നത്. 9ാം ഭാവം അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ കൂടി അധിപനും കന്നിരാശിക്കാരുടെ രാശ്യാധിപൻ കൂടിയായ ആ ബുധനാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. അതും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭങ്ങളാണ്. വിദ്യാപരമായിട്ടും ആരോഗ്യപരമായിട്ടും ശ്രേയസ്സും യശസ്സും പദവിയും കീർത്തിയും ലഭിക്കും. അത് കലാകാരന്മാരായിരിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ കൊണ്ടുതരുന്ന ഒരു സന്ദർഭമാണ്. ആയതിനാൽ വിജയങ്ങൾ വളരെയധികം വന്നിച്ച്, അത് തൊഴിൽപരമായ വിജയങ്ങളും വന്നിച്ച്. തുലാം രാശിക്കാരായിരുന്ന ചിത്തിരയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ബുധൻ 9ാം ഇടത്തേക്ക് വരുന്നു മിഥുനം രാശിയിൽ.
അത് ജൂൺ മാസം 14-ാം തീയതി മുതൽ 28-ാം തീയതി വരെ. ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ. ഭാഗ്യാധിപനാണ്, 9-ാം ഭാവാധിപനാണ്, പൂർണ്ണ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് വരുന്ന സന്ദർഭം. വളരെ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ ബുധനെ കൊണ്ട് ഈ തുലാം രാശിക്കാർക്കും വന്നു ചേരുന്നതാണ്. മറ്റൊരു രാശിക്കാരാണ് ഏറ്റവും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ക്ലേശങ്ങളിൽ പെട്ട് നിൽക്കുന്ന കുംഭം രാശിക്കാർ. കുംഭം രാശിക്കാർക്ക് ബുധൻ അനുഗ്രഹം ചൊരിയുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് കുംഭം രാശിയുടെ 5-ാം ഭാവാധിപത്യം, ഭാഗ്യഭാവാധിപത്യമുള്ള ആ ബുധൻ സുഖസ്ഥാനമായ 4-ാമിടത്ത് സ്ഥിതി ചെയ്യുന്ന മെയ് മാസം 31-ാം തീയതി മുതൽ ജൂൺ മാസം 14-ാം തീയതി വരെ ഉള്ള സന്ദർഭങ്ങളും, ജൂൺ 14-ാം തീയതിക്ക് ശേഷം ജൂൺ മാസം 28-ാം തീയതി വരെ അത് ഭാഗ്യസ്ഥാനത്ത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന ഈ കാലയളവിൽ വളരെയധികം ഭാഗ്യങ്ങൾ കുടുംബപരമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും മറ്റ് കലാകാരന്മാരായിരിക്കുന്നവർക്ക് പ്രതിഭാസ്ഥാനവും ഒക്കെ ശോഭിക്കുകയാലും, അതുപോലെ ചിത്രരചന ചെയ്യുന്നവരായാലും സാഹിത്യകാരന്മാർ, കവിത എഴുതുന്നവർ, സാഹിത്യരചനകൾ നടത്തുന്നവർ, പ്രാസംഗികർ, അങ്ങനെ അധ്യാപകർ, ഇവർക്കൊക്കെ അപ്രതീക്ഷിതമായ വിജയങ്ങളും ശ്രേയസ്സും യശസ്സും പദവിയും കീർത്തിയും ഒക്കെ നൽകും. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതി, രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും മാതാപിതാക്കളെ കൊണ്ടും പൂർവ്വസ്വത്ത് വന്നു ചേരുന്നതിനും ഐശ്വര്യപൂർണമായ രീതിയിൽ ഒരു വിവാഹം ദീർഘകാലമായിട്ട് ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനുമൊക്കെ ഈ ബുധൻ്റെ മിഥുനം രാശിയിലെ സ്ഥിതി, അത് ജൂൺ മാസം 14-ാം തീയതിക്ക് ശേഷം ജൂൺ മാസം 28-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും സാമ്പത്തിക രംഗത്ത് ഉയർച്ചയും വന്നു ചേരുക തന്നെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചുകൊണ്ട് ജാതകം അല്ലെങ്കിൽ ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കിയാൽ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വരികയോ ഓൺലൈനായിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുക തന്നെ ചെയ്യും.